നമസ്കാരം. ശ്രീരാമ സാഗരത്തിലേക്ക് കഥാസാഗരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിലാഷ് നാരായണൻ, സൃഷ്ടി ഫൗണ്ടേഷൻ ചെയർമാനാണ്. സപ്താഹ ആചാര്യൻ കൂടിയാണ്. അയോധ്യാധിപതിയായ ദശരഥപുത്രനായിട്ടാണ് രാമൻ ജനിക്കുന്നത്. അയോധ്യ എന്നത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായ ഒരു സ്ഥാനമാണ്. ആരാലും ജയിക്കാനാകാത്ത സ്ഥാനം ഏതാണോ അതാണ് അയോധ്യ. അതായത് എല്ലാത്തിനും ഉപരിയായി നിൽക്കുന്നതും മറ്റൊരാളെ കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പരമമായ ധർമ്മബോധം അത് വന്നു പിറന്ന ആ ധർമ്മതത്വത്തെ അറിഞ്ഞ രാജ്യമാണ് അല്ലെങ്കിൽ സ്ഥാനമാണ്, പുണ്യസ്ഥാനമാണ് അയോധ്യ. സൂര്യവംശത്തിൻ്റെ പ്രഗത്ഭന്മാരായ രാജാക്കന്മാർ ഭരിച്ച സ്ഥാനം, രഘുവും ദിലീപനും ദശരഥനുമൊക്കെ ഭരിച്ച പുണ്യസ്ഥാനം. അപ്രകാരമുള്ള അയോധ്യയിൽ ദശരഥൻ എന്ന രാജാവ്, ആ ദശരഥ മഹാരാജാവ് വളരെ ധർമ്മിഷ്ഠനായി ശ്രേഷ്ഠമായ നിലയിൽ രാജ്യതന്ത്രങ്ങളെല്ലാം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് പ്രജാതൽപരനായി സർവർക്കും സ്വീകാര്യനായി നിന്നുകൊണ്ട് രാജ്യം ഭരിക്കുകയാണ്. അദ്ദേഹത്തിന് ധർമ്മപത്നിമാരായി 3 പേര്, കൗസല്യ, സുമിത്ര, കൈകേയി. അപ്പോൾ എല്ലാ തലത്തിലും കൊണ്ടും യോഗ്യമാണ്. എങ്കിലും ദശരഥ മഹാരാജാവിനെ അലട്ടിയിരുന്ന വലിയൊരു ദുഃഖമുണ്ടായിരുന്നു. മക്കളുണ്ടായിരുന്നില്ല എന്നതാണ് ആ ദുഃഖത്തിൻ്റെ കാരണം. അപ്പോൾ പുത്രന്മാരില്ലാത്ത ദുഃഖം കൊണ്ട് വീർപ്പുമുട്ടുന്ന ദശരഥൻ അതിനൊരു പരിഹാരം കാണുവാൻ എന്താണ് മാർഗം എന്ന് ചിന്തിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിനോട് ഋഷീശ്വരന്മാർ ജ്ഞാനോപദേശം നൽകുകയാണ്. ആ ജ്ഞാനോപദേശം എന്ന് പറയുന്നത് ഋഷിശൃംഗൻ എന്ന് പറയുന്ന മുനിവര്യനെ അയോധ്യയിലേക്ക് കൊണ്ടുവന്ന് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തും. സർവദാ യോഗ്യനായ വിഭാണ്ഡകപുത്രനായ ഋഷിശൃംഗൻ, ഏറ്റവും ഉത്തമനായിട്ടുള്ള ആ ഋഷിശൃംഗനാണ് ഈ പുത്രകാമേഷ്ടി യാഗത്തിന് പരമയോഗ്യൻ. അതിൻ്റെ ആ യാഗാധിപതിയായി ഇരുന്നു കൊണ്ട് യാഗം നടത്തുവാൻ, യാഗാചാര്യനായിരിക്കുവാൻ യോഗ്യനെന്ന് മഹർഷിമാർ അറിയിച്ചു. ദശരഥ മഹാരാജാവ് അവിടെ ഋഷിശൃംഗനെ വരുത്തി. ആ ഋഷിശൃംഗനെ വരുത്തിയതിന് ശേഷം അദ്ദേഹത്തിനോട് തൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖത്തെ തീർക്കുവാൻ കാരുണ്യ ഹൃദയത്തോടുകൂടി ചിന്തിച്ച ഋഷിശൃംഗൻ അങ്ങനെ പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ സമാരംഭിച്ചു. വിധിപ്രകാരമുള്ള വേദമന്ത്രങ്ങൾ ഉരുവിട്ട് ഹവിസ്സുകൾ അർപ്പിച്ചു നെയ് ഹോമിച്ച് മംഗളപൂർണമായ ആ പുത്രകാമേഷ്ടി യാഗം, സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള യാഗം അവിടെ ദീക്ഷിക്കപ്പെട്ടു. ആ യാഗത്തിൽ ഉടനീളം ദശരഥ മഹാരാജാവ് പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം ആ യാഗത്തിൻ്റെ ആദ്യാരംഭം വരെ അദ്ദേഹത്തിൻ്റെ സ്വപത്നിമാരോടൊപ്പം പങ്കെടുത്തു. അങ്ങനെ യാഗത്തിൻ്റെ വേളയിൽ ആ യാഗത്തിൽ നിന്ന് ധന്വന്തരി മൂർത്തി മുകളിലേക്ക് ഉയർന്നു വന്നു. അങ്ങനെ വന്ന ദിവ്യ തേജസ്സോടു കൂടിയ ദേവൻ കയ്യിലുണ്ടായിരുന്ന ദിവ്യ ഔഷധം, അതൊരു പായസം എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്ന. ആ ദിവ്യ ഔഷധം പുത്ര സൗഭാഗ്യത്തിന് വേണ്ടി വന്ധ്യതയെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന മഹാ ഔഷധം ദശരഥ മഹാരാജാവിൻ്റെ കൈകളിലേക്ക് പകർന്നു നൽകി. ആ കുംഭം, പായസകുംഭം കയ്യിൽ ലഭിച്ചപ്പോൾ ആ ദശരഥ മഹാരാജാവിൻ്റെ ഹൃദയം ആനന്ദാധിക്യത്താൽ അദ്ദേഹത്തിൻ്റെ മനം തുടിക്കാൻ തുടങ്ങി. തനിക്കിതാ പുത്ര സൗഭാഗ്യം വന്നു ചേരാൻ പോകുന്നു. ഏതൊരു വ്യക്തിയും പിതാവാവുന്നതോടുകൂടി വന്നു ചേരുന്ന അദ്ദേഹത്തിൻ്റെ ആനന്ദം വളരെ വലുതാണ്. ആ ഒരു മഹാഭാഗ്യം, അത് മാത്രമല്ല, തന്നെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അയോധ്യയിലെ ജനങ്ങൾക്കിതാ ഒരു പിന്തുടർച്ച അവകാശിയെ ലഭിക്കാൻ പോകും. അവരനാഥരാക്കപ്പെടുകയില്ല. തൻ്റെ കാലശേഷം തന്നേക്കാൾ ഉത്തമനായ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുത്രൻ വന്നു ചേർന്നാൽ തൻ്റെ യശസ്സും കീർത്തിയും അത് വർദ്ധിക്കും. പുത്രൻ്റെ ജനനത്തോടു കൂടിയിട്ടാണ്, ആ പുത്രപരിപാലനത്തോടു കൂടിയിട്ടാണ് മാതാപിതാക്കൾ ഏറ്റവും ശ്രേഷ്ഠമായ യോഗ്യമായ സ്ഥാനത്ത് എത്തപ്പെടുന്നത് എന്ന് നമ്മുടെ പൂർവികന്മാർ നമ്മളെ ഉദ്ഘോഷിപ്പിക്കുന്നു. ആ നിലയിൽ ദശരഥൻ വളരെ ആനന്ദത്തോടു കൂടി ആ പായസവും കൊണ്ട് തൻ്റെ ഭഗ്നിമാരുടെ അടുത്തെത്തി. പക്ഷേ ഇവിടെ 3 പേരുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് നൽകുക എന്നത് അനുചിതമാണ്. പക്ഷേ എങ്കിലും ഇത് പങ്കുവെക്കുവാൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് ചിന്തിച്ച ദശരഥന്
വളരെ വേഗത്തിൽ ഇത് രണ്ടായി പകുത്തു. ആദ്യത്തെ പകുതി കൗസല്യയ്ക്ക് നൽകി. രണ്ടാമത്തെ പകുതി അവിടെ ഏറ്റവും കൂടുതൽ സുന്ദരിയും ദശരഥന് മനസ്സിൽ ഏറ്റവും കൂടുതൽ തൻ്റെ മനം കവർന്നിട്ടുള്ള കൈകേയിക്കും നൽകി. പക്ഷേ ഇവർ രണ്ടുപേരും ചേർന്ന് മറ്റൊരു പത്നിയായ സുമിത്രയ്ക്ക് ദശരഥൻ ഈ പായസം നൽകിയില്ല എങ്കിലും അവിടെ കൗസല്യ തനിക്ക് ലഭിച്ചതിൻ്റെ പകുതി ഭാഗവും കൈകേയി തനിക്ക് ലഭിച്ചതിൻ്റെ പകുതി ഭാഗം കൂടി അവിടെ സുമിത്രയ്ക്ക് നൽകി. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും പകുതി പകുതി ശേഖരിച്ചപ്പോൾ സുമിത്രയ്ക്കാണ് വളരെ കൂടുതലായ ഭാഗം വന്നു ചേരുന്നത് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ആ ദിവ്യ ഔഷധം കഴിച്ചു. കാലാന്തരത്തിൽ ഇവർ ദശരഥ പത്നിമാർ മൂവരും ഗർഭവതികളായി തീർന്നു. വളരെ ആനന്ദത്തോടെ സന്തോഷത്തോടെ ആ ഗർഭസ്ഥ അവസ്ഥയെ ദശരഥൻ കണ്ടു. തനിക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, മൂവരിലൂടെയും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദശരഥനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാലം പുത്രന്മാരുണ്ടായിരുന്നില്ല എന്ന ദുഃഖത്തിന് അറുതി വരുത്തുന്നതും അത് ഒന്നിലധികം പുത്രന്മാർ ലഭിക്കാൻ പോകുന്നതിൻ്റെ ആനന്ദവുമായി തീർന്നു. വളരെ ഉത്തമമായ ദിവസത്തിൽ സൂര്യകുലത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന സൂര്യഭഗവാൻ അത്യുച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത്, അവിടെ 12 ഗ്രഹങ്ങളും ഉത്തമമായി നിൽക്കുന്ന സമയത്ത് പുണർദം നക്ഷത്രത്തിൽ മധ്യാഹ്ന വേളയിൽ തന്നെ അതീവ തേജസ്സോട് കൂടിയ ഒരു പുത്രന് അവിടെ കൗസല്യ ജന്മം കൊടുത്തു. അത് തൊട്ടുപുറകിൽ തന്നെയായിട്ട് കൈകേയി അതീവ സുന്ദരനായ മറ്റൊരു പുത്രന് ജന്മം നൽകി. ഇതിനോടൊപ്പം തന്നെ സുമിത്രയും 2 കുട്ടികൾക്ക് ജന്മം നൽകി. അങ്ങനെ നോക്കുമ്പോൾ കൗസല്യയ്ക്ക് ഒരു പുത്രനും കൈകേയിക്ക് ഒരു പുത്രനും, രണ്ടുപേരിൽ നിന്നും 2 പങ്ക് സ്വീകരിച്ചത് കൊണ്ട് സുമിത്രയ്ക്ക് 2 മക്കളും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ജനിച്ചു. അതീവ ശ്രേഷ്ഠന്മാരായ ഈ കുട്ടികൾക്ക് നാമകരണം ചെയ്യപ്പെട്ടു. കൗസല്യാതനയന് ശ്രീരാമചന്ദ്രൻ എന്നും അതുപോലെ കൈകേയി തനയന് ഭരതൻ എന്നും നാമകരണം ചെയ്തു. സുമിത്രാതനയന്മാർക്ക് അവിടെ ലക്ഷ്മണൻ എന്നും ശത്രുഘ്നൻ എന്നും നാമം ചെയ്തു. ഇവിടെ സുമിത്രയ്ക്ക് ജനിച്ച മക്കളിൽ മൂത്തവനായ ലക്ഷ്മണൻ സദാസമയവും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ, കൗസല്യാപുത്രനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ നിഴല് പോലെ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ഇവിടെ രണ്ടാമത്തെ പുത്രനായ സുമിത്രാപുത്രനായ ശത്രുഘ്നൻ അവിടെ കൈകേയി പുത്രനായ ദശരഥനോടൊപ്പം എല്ലാ സമയത്തും ദശരഥനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി. ഒരർത്ഥത്തിൽ കൗസല്യയിൽ നിന്ന് ലഭിച്ച പായസത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലക്ഷ്മണൻ എന്ന പുത്രൻ സംജാതമാണെങ്കിൽ അത് രാമനോടൊപ്പം ചേർന്നു. അതുപോലെ കൈകേയിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ പങ്കായി ലഭിച്ച ശത്രുഘ്നൻ ഭരതനോടൊപ്പവും ചേർന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ത്രിഗുണങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചിട്ടാണ് ഈ ഒരു 3 ശ്രേഷ്ഠരായിട്ടുള്ള സ്ത്രീജനങ്ങളെയും അതിലൂടെ ജന്മമെടുത്ത ആ ഒരു കുട്ടികളെയും ഗുണസ്വരൂപത്തെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ആന്തരികമായ അർത്ഥതലത്തിൽ കാണാൻ സാധിക്കും. കൗസല്യ എന്നത് സത്വഗുണവും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രജോ ഗുണമാകുന്ന സുമിത്രയും തമോ ഗുണമാകുന്ന കൈകേയിയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സത്വഗുണം ഒരു പൂർണ്ണതയുള്ളതാണ്. ആ സത്വഗുണത്തിൻ്റെ ഭാഗവും തമോ ഗുണവും പൂർണ്ണതയുള്ളതാണ്. തമോ ഗുണത്തിൻ്റെ ഭാഗവും കൂടിച്ചേരുമ്പോഴാണ് രജോ ഗുണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് സുമിത്രയുടെ ഒരു ഭാഗം അവിടെ കൗസല്യയുടെ ഒരു ഭാഗം സുമിത്രയ്ക്ക് നൽകി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സത്വഗുണം അതെപ്പോഴും ഉന്നതമായ സത്വഗുണത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നതാണ് ലക്ഷ്മണൻ രാമനോടൊപ്പം ചേർന്നത്. അവിടെ കൈകേയി തമോ ഗുണമാണ്. തമോ ഗുണത്തിൻ്റെ ഭാഗമായിട്ട് സുമിത്രയിലേക്ക് വന്നു ചേർന്നതാണ്. ആ തമോ ഗുണത്തിൻ്റെ കുറച്ച് ഭാഗം കൂടി ചേർന്ന് സത്വഗുണത്തിനോടും സമ്മിശ്രമാകുമ്പോഴാണ് രജോ ഗുണം ഉണ്ടാകുന്നത്. അവിടെ അതിൻ്റെ ഭാഗമായിട്ട് തമോ ഗുണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഭാഗത്തിലാണ് ശത്രുഘ്നൻ. അതുകൊണ്ടാണ് ശത്രുഘ്നൻ ഭരതനോടൊപ്പവും വന്നു ചേർന്നത്. ഇങ്ങനെ ആ ത്രിഗുണങ്ങളുടെ അവസ്ഥകളിലേക്ക് നമുക്ക് ഇതിൻ്റെ ആന്തരികമായ അർത്ഥതലം നമ്മളെ സഞ്ചരിപ്പിക്കുകയാണ്. അങ്ങനെ 4 കുട്ടികൾ ജനിച്ചു. പുത്രന്മാർ ജന്മമെടുത്തതിൻ്റെ പരമാനന്ദത്തിലേക്ക് എത്തപ്പെടുകയാണ് ഇവിടെ ദശരഥ മഹാരാജാവ്. എല്ലാവരും ഈ രാമസാഗരത്തെ പിന്തുടരുവാൻ ആഗ്രഹിക്കുക. എല്ലാവരും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അതിനെ കമൻറ്റുകൾ ചെയ്തും ഷെയർ ചെയ്തുമൊക്കെ ഈ രാമകഥയെ പിന്തുടരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.